Hello dears, welcome to a very useful video today. Today I would like to differentiate or differ between countable nouns and uncountable nouns. പേടിക്കണ്ട, നമ്മുടെ ചുറ്റും കുറേ സാധനങ്ങളുണ്ട്. അത് എല്ലാ സാധനങ്ങളും നമുക്ക് 1, 2, 3 എന്നിങ്ങനെ എണ്ണി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് സാധനം നമ്മൾ ഈസ് എന്നോ വാസ് എന്നോ ഒക്കെ ഉള്ള രീതിയിൽ പറയണം. ഒന്നിൽ കൂടുതലാണെങ്കിലോ ആർ എന്നോ വേർ എന്നോ ഒക്കെ പറയണം. ഓക്കെ, ഒരു വേർഡ് പറയാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ. അഡ്വൈസ്. അഡ്വൈസ്, ADVICE, അഡ്വൈസ്, ഉപദേശം. എനിക്ക് ഉപദേശം ഇഷ്ടമാണ് എന്ന് പറയും. ഉപദേശങ്ങൾ എന്ന് മലയാളത്തിൽ പറയും, പക്ഷെ ഇംഗ്ലീഷിൽ ഉപദേശങ്ങൾ എന്നില്ല. അപ്പോൾ എങ്ങനെ പറയാം? അഡ്വൈസ് എന്ന വേർഡ് വരുമ്പോൾ അഡ്വൈസ് ഈസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അഡ്വൈസ് ഈസ് ഓക്കെ, അഡ്വൈസസ് ആർ എന്ന് പറയില്ല. അപ്പോൾ അഡ്വൈസസ് എന്ന് പറയാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെയുള്ള കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് കറപ്ഷൻ, അഴിമതിയില്ലേ, കറപ്ഷൻ, അതിന് എസ് ചേർത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ കറപ്ഷൻ ഈസ് എന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കറപ്ഷൻ വാസ്, കറപ്ഷൻ ഈസ് നോട്ട് ഗുഡ്, കറപ്ഷൻ ഈസ്. കറപ്ഷൻസ് ആർ ഗുഡ് എന്നോ കറപ്ഷൻസ് ആർ നോട്ട് ഗുഡ് എന്നോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതുപോലെ ആളുകളോട് നമുക്ക് തോന്നുന്ന ജലസി, ജലസി, envy, envy, envy. അതുപോലെ JEALOUSY, jealousy. ഈ അസൂയ, അതിനൊന്നും envies എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. സോ envy ഈസ് എ ബാഡ് ഹാബിറ്റ്, നോട്ട് envies are. envies are എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ തമാശ പറയും, ഫൺ, ഫൺ, FUN, ആള് ഫണ്ണിയാണ് പറയും. ഓ ഹീ ഹാസ് എ ലോട്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല. ലോട്ട്സ് ഓഫ് ഫൺ, ഫണ്ണാണ്, FUN, ഫണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല. വെറുതെ വേണ്ടാത്തടത്ത് എസ് കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇൻഫർമേഷൻ. ഡിഡ് യു ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ? നിങ്ങൾക്ക് ആ വിവരം കിട്ടിയോ? ഇൻഫർമേഷൻ, പലതരത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ, ഇൻഫോർമേഷൻ, INFOR ഉണ്ട്, ആറ് ഉച്ചരിക്കില്ല. ഇൻഫർമേഷൻ, ഡിഡ് യു ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ? ഇൻഫർമേഷൻ കിട്ടി. സോ ഇൻഫർമേഷൻസ് എന്ന് ഉപയോഗിക്കില്ല. അപ്പോൾ ഇൻഫർമേഷൻ ഈസ് എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ MONEY, മണി, പണം. പണം എന്നുള്ളത് മണീസ്, നിറച്ച് മണീസ് ഉണ്ടോ കീശയിൽ എന്ന് ആരും ചോദിക്കില്ല. ഓൺലി മണി. മണി ഈസ്, നോട്ട് മണീസ് ആർ. അപ്പോൾ ആ മണിയുടെ കൂടെ എസ് ചേർക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ നമുക്ക് ബഹുവചന രൂപത്തിൽ പറയാൻ പറ്റില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഈ ബഹുഭാര്യാത്വം, ബഹുഭർത്തൃത്വം എന്നൊക്കെ പറയുന്നത്. സോ പോളിഗമി, പോളിയാൻഡ്രി, ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകളുണ്ട്. പോളിഗമി, പലരുടെ കൂടെയും പോവുക. സോ പോളിയാൻഡ്രി, പലരെയും സ്വീകരിക്കുക. ഇങ്ങനെ പോളിയാൻഡ്രി, പോളിഗമി എന്നൊക്കെ പറയുന്ന കുറച്ച് എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന വാക്കുകളല്ല. ഈ വാക്കുകളൊന്നും എന്തല്ല, പ്ലൂരൽ ഫോം ഇല്ല. ദേ ആർ, ഇങ്ങനെ ഈ പ്ലൂരൽ ഫോം ഇല്ലാത്ത നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് അൺകൗണ്ടബിൾസ്. അതായത് നമുക്ക് 1, 2, 3 എന്നിങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് വെരി ഈസി. അപ്പോൾ ചിലതും കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കട്ടെ. ഇപ്പോൾ വാഷിംഗ്, കഴുകൽ, അതിന് വാഷിങ്സ് എന്ന് പറയുന്നില്ല. അതുപോലെ നമ്മൾ ടൂറിനെല്ലാം പോകുമ്പം ബാഗേജ് കൊണ്ടുപോകും, ബാഗേജസ് എന്ന് ഉപയോഗിക്കില്ല. ബാഗേജ്. ദെൻ കൺട്രി സൈഡ്, നാട്ടിൻപുറം എന്ന് പറയും. കൺട്രി സൈഡ്സ് ഇല്ല, നാട്ടിൻപുറങ്ങൾ എന്ന് മലയാളത്തിൽ പറയെങ്കിലും കൺട്രി സൈഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ല എന്നാണ് ഓതൻറ്റിക് ആയിട്ടുള്ള ബുക്സുകൾ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ ചില ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ നമ്മുടെ ഇംഗ്ലീഷ് മെച്ചാവും. അതിന് സഹായിക്കുന്നില്ല. അതുപോലെ നമുക്ക് വീട്ടിൽ ഫർണിച്ചർ ഉണ്ട്. ഫർണിച്ചർ എന്തെല്ലാം ഫർണിച്ചറുകളാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഫർണിച്ചറുകൾ എന്ന് പറയുന്നത് മലയാളമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഫർണിച്ചർ. ഈ ഫർണിച്ചർ പറയുന്ന സാധനം ഫർണിച്ചേഴ്സ് എന്നില്ല. കുറേ മേശയും കസേര ഡെസ്ക് ബെഞ്ച് എല്ലാം കൂടെ ചേർന്ന് ആ സാധനത്തിന് പറയുന്ന പേരാണ് ഫർണിച്ചർ. ഒരു പർട്ടിക്കുലർ പീസ് ഓഫ് ഫർണിച്ചർ, എ പീസ് ഓഫ് ഫർണിച്ചർ.
അപ്പോൾ കുറേ എണ്ണം വേണമെങ്കിൽ നമുക്ക് 2 pieces ഓഫ് ഫർണിച്ചർ എന്ന് പറയണം. 2 pieces, 2 items ഓഫ് ഫർണിച്ചർ. അങ്ങനെയൊക്കെയാണ് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറേ എണ്ണമായിട്ട് വേണമെങ്കിൽ എടുക്കുക. അതുപോലെ ജ്വല്ലറി. ഇപ്പം ജ്വല്ലറി, ജ്വല്ലറി, JEWELLLERY, ജ്വല്ലറി. സോ ജ്വല്ലറി എന്ന് പറയുന്നത് ജ്വല്ലറീസ് എന്ന് പറയുന്നില്ല, ജ്വല്ലറി. ആഭരണക്കടയ്ക്കും യെസ്, ആഭരണങ്ങൾക്ക് മൊത്തമായിട്ട് പറഞ്ഞു ജ്വല്ലറി. ഓക്കെ. ദെൻ നേരത്തെ പറഞ്ഞില്ല പോളിഗമി, മോണോഗമി, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അതുപോലെ വേസ്റ്റേജ്, അത് ഭയങ്കര വേസ്റ്റേജ് ആണ്. വേസ്റ്റേജസ് എന്ന് പറയില്ല, വേസ്റ്റേജസ് എന്ന് പറയില്ല. എന്താ വേസ്റ്റ് ആക്കുന്നതിനാണ് വേസ്റ്റേജ് എന്ന് പറയാം, അതിന് വേസ്റ്റേജസ് എന്ന് നമ്മൾ പറയില്ല. അതുപോലെ ബ്രെഡ് നോക്ക്, ബ്രെഡ് കഴിക്കില്ലേ? അപ്പം പീസ് ഓഫ് ബ്രെഡാണ്. ബ്രെഡിനെ മൊത്തത്തിലെടുത്താൽ അത് ഓവനിൽ വെച്ചിട്ടാക്കുന്ന ആ സാധനത്തെ അത് ഒറ്റ ഒന്നാണ്. അങ്ങനെ കുറേ എണ്ണത്തിന് ബ്രെഡ്സ് എന്ന് പറയുന്നില്ല. പിന്നെയോ ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറയും. ബ്രെഡിൻ്റെ പീസാണ്. നമുക്ക് 10-30 രൂപ കൊടുത്താൽ കിട്ടുന്ന ആ ബ്രെഡിൽ അത് മൊത്തത്തിൽ ഒരു വി കാൺ സേ മെനി ബ്രെഡ്സ്, ഇറ്റ്സ് എ ബ്രെഡ്. ആ ബ്രെഡ് നമ്മൾ പീസാക്കാണ്, അതിനെയാണ് ലോഫ്സ് ഓഫ് ബ്രെഡ് എന്ന് പറയുന്നത്. ലോഫ്സ് ഓഫ് ബ്രെഡ്. അപ്പോൾ ബ്രെഡ്സ് കൊണ്ടാണ് ഒരാളോട് നിങ്ങൾ പറയാൻ പോകണ്ട. പിന്നെ അടുക്കളയിൽ ഉപയോഗിക്കണ അല്ലെങ്കിൽ ക്രോക്കറി ഐറ്റംസ് വരില്ലേ, ഈ ക്രോക്കറീസ് ഇല്ല. അതുപോലെ നമ്മൾ വേസ്റ്റ്, ഗാർബേജ്, ഗാർബേജ്, വേസ്റ്റ്, അതിനും പ്ലൂറൽ ഫോം കാണുന്നില്ല. ഓക്കെ. അതുപോലെ തന്നെയാണ് നോളേജ്. വലിയ അറിവുള്ള ആളാണ്, നോളേജ്. എന്താണ് മൂപ്പരടുത്ത് ഇഷ്ടംമാതിരി നോളേജസ് ആണെന്ന് പറഞ്ഞു. നോളേജസ് ഇല്ല, നോളേജ് മതി. അപ്പോൾ ലോട്ട് ഓഫ് നോളേജ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പ്ലൂറലാക്കാൻ വേണ്ടി നോക്കാം. പക്ഷേ നോളേജിനെ കൊണ്ടുപോയിട്ട് എസ് ചേർത്തിട്ട് എന്ത് ചെയ്യരുത്, അത് കുറേ എണ്ണം ഉണ്ട് എന്നുള്ള രീതിയിൽ പറയരുത്. ഓക്കെ. മ്യൂസിക്, സംഗീതം, മ്യൂസിക്സ് എന്ന് പറയില്ല. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി സാധനമാണത്, അതിനെ പീസാക്കാൻ പറ്റില്ല. കുറേ മ്യൂസിക് ഒരു സെറ്റ് സാധനമാണ്. അപ്പോൾ നമ്മൾ ഒരു പുഴയിൽ കുറച്ച് വെള്ളം കാണുമ്പോൾ വാട്ടേഴ്സ് എന്ന് പറയില്ല. അതുപോലെ വാട്ടർ എല്ലാ ദ്രാവകങ്ങളൊക്കെ സിംഗിളറായിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ സാധാരണ കേസിൽ കേട്ടോ. അതുപോലെ മ്യൂസിക്കിനെ നമുക്ക് ഡിഫറെൻറ്റ് ജനറീസ് ഓഫ് മ്യൂസിക് എന്നല്ലാതെ മ്യൂസിക്സ് എന്ന് പറയാൻ പാടില്ല. ഓക്കെ. ദെൻ ഈ വേസ്റ്റിൽ പെടുന്നത് വേറെ സാധനമാണ് റബ്ബിഷസ് എന്ന് നിങ്ങൾ പറയുന്നത്. അതുപോലെ നമ്മൾ ഇപ്പം ദൈനംദിന കാലാവസ്ഥ പറയും, വെദർ, വെദർ. ഈ കാലാവസ്ഥയ്ക്ക് എന്ത് പറയാൻ പറ്റില്ല, അത് എന്തല്ല, അതിനെ എണ്ണിയിട്ട് 1 വെദർ, 2 വെദർ, 2 വെദേഴ്സ്, 3 വെദേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. കാലാവസ്ഥ, ദൈനംദിന കാലാവസ്ഥയ്ക്ക് നമ്മൾ വെദർ എന്നാണ് പറയുക. ഓക്കെ. അതേസമയത്ത് ക്ലൈമറ്റ് ഇപ്പോൾ വസന്തം, ഗ്രീഷ്മം, സ്പ്രിംഗ്, ഓട്ടം, സമ്മർ, വിന്റർ, ഇങ്ങനെയൊക്കെ പറയാം. അത് ക്ലൈമറ്റ്സ് ഉണ്ട്. പക്ഷെ വെദർ, കാലാവസ്ഥ, ദിവസം തോറും നമ്മൾ അളക്കുന്ന കാലാവസ്ഥ എന്ത് പറയില്ല, വെദേഴ്സ് എന്ന് പറയണ്ട എന്നർത്ഥം. ഓക്കെ. അതുപോലെ തന്നെ കട്ട്ലറി, അതിന് കട്ട്ലറീസ് എന്ന് പറയില്ല. ഓക്കെ. ഇനി ബാഗേജിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലഗേജസ് എന്ന് പറയാൻ പോകണ്ട കേട്ടോ, ലഗേജസ് എന്ന് പറയണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂസ്, NEWS. ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ പ്ലൂറലാന്ന് തോന്നും, അത് പ്ലൂറലേ അല്ല. ന്യൂസ് ഈസ് ഗുഡ്, നോട്ട് ന്യൂസ് ആർ ബാഡ്, ന്യൂസ് ആർ ഗുഡ്. ന്യൂസ് ഈസ്. അതുപോലെ തന്നെ നമ്മൾ ചുമരിലൊക്കെ സീനറി പറയും, സീനറീസ് എന്ന് പറയരുത്. ഇപ്പോൾ ഫോട്ടോസ് എന്ന് പറയാം, പിക്ചേഴ്സ് എന്ന് പറയാം. പക്ഷെ സീനറീസ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. നമ്മളെന്താ ചെയ്യുക, നമുക്ക് പറയേണ്ട വയ്ക്കാം അല്ലേ. അതുപോലെ ക്ലോത്തിങ്സ് വേണ്ട, ക്ലോത്തിങ് മതി എന്നാണ് പറയുന്നത്. ദെൻ എവിഡൻസ്, തെളിവ്, അതൊക്കെ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. എവിഡൻസസ്. നിങ്ങൾ എവിഡൻസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെളിവുകൾ എന്നുള്ളതിനെ മലയാളീകരിച്ച് പറയുന്നേ ഉള്ളൂ. എവിഡൻസ് എന്ന് മാത്രം മതി. എവിഡൻസസ് എന്ന് പറയേണ്ട, എവിഡൻസസ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ മലയാളീകരിക്കുന്നു എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വൈക്കപ്പിൽ, HAY, വൈക്കപ്പിൽ, അതെല്ലാം ഹെയ്സ് എന്നൊന്നും പറയുന്നില്ല. ദെൻ മെഷീനറീസ് എന്ന് പറയില്ല, മെഷീനറി, MEACHINERY, മെഷീനറി. അത് നിങ്ങൾ എന്ത് പറയണ്ട, മെഷീനറീസ് എന്ന് പറയണ്ട. ഓക്കെ. അതുപോലെ തന്നെ നോർമലി
ന്യൂസ് പേപ്പർ. പേപ്പർ മാത്രം എടുക്കുകയാണെങ്കിൽ പേപ്പേഴ്സ് എന്ന് പറയേണ്ട, പേപ്പർ. പേപ്പേഴ്സ് ഒപ്പിട്ടോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും പേപ്പർ മതി, പേപ്പർ ഒപ്പിട്ടോ എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ. ദെൻ സ്റ്റേഷനറി. സ്റ്റേഷനറി NERY STATIONERY സ്റ്റേഷനറി. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ what is that? The office articles or something like that we use in the office. Stationery items. കടകൾ കണ്ടില്ലേ, സ്റ്റേഷനറി കടകൾ. പക്ഷെ വേറെ ഉണ്ട് സ്റ്റേഷനറി, സ്ഥിരമായിട്ടിരിക്കുന്നത് സ്റ്റേഷനറി. ഏതായാലും സ്റ്റേഷനറി എന്നുള്ളത് അതിനെ പ്ലൂറലായിട്ട് സ്റ്റേഷനറീസ് എന്ന് പറയാൻ നിങ്ങൾ പോകണ്ട. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്സ് ഇല്ല. എംപ്ലോയ്മെൻറ്റ് നമുക്ക് തൊഴിലില്ലേ, എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മതി, എംപ്ലോയ്മെൻറ്റ്സ് വേണ്ട. കാലിത്തീറ്റയ്ക്ക് ഫോഡർ, FODDER ഫോഡേഴ്സ് എന്ന് പറയാൻ പോകണ്ട. ദെൻ മീൽ, ഭക്ഷണമല്ലേ മീൽ, നമ്മൾ പറയും മീൽസ് റെഡി, ആക്ച്വലി മീൽ റെഡി, നോട്ട് മീൽസ് റെഡി. മീൽസ് റെഡി എന്നൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. ബട്ട് മീൽ റെഡി മതി. മീൽ ഭക്ഷണം ഒരു യൂണിറ്റ് ആയിട്ട്, കുറേ ഭക്ഷണം എന്നുള്ളത് മെനി മീൽ എന്നൊന്നും പറയുന്നില്ല, മീൽ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ മോർ തിങ് ഐ വാണ്ട് ടു സേ, വെജിറ്റേഷൻ. ഈ പച്ചപ്പിന് മൊത്തത്തിൽ പറയുന്നതാണ് വെജിറ്റേഷൻ പച്ചപ്പിന്. അപ്പോൾ വെജിറ്റേഷൻസ് എന്ന് പറയാൻ പോകണ്ട. ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ തിങ്ക് ദിസ് വീഡിയോ വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. ഓക്കെ. സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. വിൽ യു ഹെൽപ്പ് മീ? താങ്ക് യു.